ഗോൾ പാഠ് കിസ്കെ സംസ്മരൺ കാ ഏക് അംശ ഹെ. ഗോൾ എന്ന പാഠം ആരുടെ ഓർമ്മക്കുറിപ്പിൻ്റെ ഒരു ഭാഗമാണ്? ആൻസർ ഏക് പ്രസിദ്ധ ഖിലാഡി മേജർ ധ്യാൻചന്ദ് കെ. ഒരു പ്രസിദ്ധനായ കളിക്കാരനായ മേജർ ധ്യാൻചന്ദിൻ്റെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേജർ ധ്യാൻചന്ദ് ने बदला लेने के लिए क्या किया? മേജർ ധ്യാൻചന്ദ് പകരം വീട്ടാനായിട്ട് എന്താണ് ചെയ്തത്? മേജർ ധ്യാൻചന്ദ് ने एक के बाद एक झटपट 6 गोल कर दिए. മേജർ ധ്യാൻചന്ദ് ഒന്നിന് പുറകെ ഒന്നായി പെട്ടെന്ന് 6 ഗോൾ അടിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, सन 1933 में मेजर ध्यानचंद किस टीम की ओर से खेला करता था? 1933 മേജർ ധ്യാൻചന്ദ് ഏത് ടീമിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു കളിച്ചത്? ആൻസർ പഞ്ചാബ് റെജിമെൻറ്റ് की ओर से. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾ പാഠ് രചന की कौन सी विधा है? ഗോൾ പാഠ് ഏത് രീതിയിലുള്ള രചനയാണ്, ഏത് രീതിയിലുള്ള ഇതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇത്? സംസ്മരണാണ്. ഗോൾ പാഠ് രചന की विधा संस्मरण है, അതായത് ഓർമ്മക്കുറിപ്പാണ്. ധ്യാൻചന്ദ് को किस टीम के खिलाड़ी ने हॉकी मारी थी? ധ്യാൻചന്ദിനെ ഏത് ടീമിലെ കളിക്കാരനാണ് ഹോക്കി കൊണ്ട് അടിച്ചത്? ധ്യാൻചന്ദ് को സാമ്പേഴ്സ് ആൻഡ് മൈനേഴ്സ് ടീം കെ ഖിലാഡീനെ ഹോക്കി സ്റ്റിക്ക് മാറി തി. ധ്യാൻചന്ദിനെ സാമ്പേഴ്സ് ആൻഡ് മൈനേഴ്സ് ടീമിലെ ഒരു കളിക്കാരനാണ് അടിച്ചത്. ധ്യാൻചന്ദിനെ ഉസ്സെ അപ്ന ബദ്ല കേസെ ലിയ. ധ്യാൻചന്ദ് തൻ്റെ അവരോട് പകരം വീട്ടിയത് എങ്ങനെയാണ്? ധ്യാൻചന്ദിനെ ഉസ്സെ അപ്ന ബദ്ല ലഗാതാർ 6 ഗോൾ ബനാക്കർ ലിയ. തുടർച്ചയായി 6 ഗോൾ അടിച്ചിട്ടാണ് പകരം വീട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ധ്യാൻചന്ദ് की सफलता का मूल मंत्र क्या था? ധ്യാൻചന്ദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? ധ്യാൻചന്ദ് की सफलता का मूल मंत्र लगन साधന और खेल भावना था. ധ്യാൻചന്ദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? മൂൽ മന്ത്രം എന്തായിരുന്നു? ലഗൻ. ലഗൻ എന്ന് പറഞ്ഞാൽ ഉത്സാഹം, പിന്നെ പ്രാക്ടീസും, പിന്നെ കളിയോടുള്ള ആ സമീപനവുമായിരുന്നു. നോസിക്കിയ ശബ്ദസെ ആപ്പ് ക്യാ സമജ്തേ ഹെ? നോസിക്കിയ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നോസിക്കിയ എന്ന് പറഞ്ഞാൽ നയാ സീഖ്നെ വാല. നോസിക്കിയ ശബ്ദ കാ അർത്ഥ് നയാ സീഖ്നെ വാല ഹെ, പുതുതായി പഠിക്കുന്ന ആൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെർലിൻ ഒളിമ്പിക് മേ ജബ് ധ്യാൻചന്ദ് കപ്താൻ ബനെ തോ വേ സേനാ കെ കിസ് പദ് പർ थे? ബെർലിൻ ഒളിമ്പിക്കിൽ ധ്യാൻചന്ദ് ക്യാപ്റ്റനായപ്പോൾ അദ്ദേഹം സേനയിൽ ഏത് സ്ഥാനത്തായിരുന്നു? ബെർലിൻ ഒളിമ്പിക് മേ ജബ് ധ്യാൻചന്ദ് കപ്താൻ ബനെ തോ വേ ലാൻസ് നായക് പദ് പർ थे. അദ്ദേഹം ലാൻസ് നായകിൻ്റെ സ്ഥാനത്തായിരുന്നു. ബെർലിൻ ഒളിമ്പിക് മേ ധ്യാൻചന്ദ് की टीम को कौन सा पदक प्राप्त हुआ? ബെർലിൻ ഒളിമ്പിക്കിൽ ധ്യാൻചന്ദിൻ്റെ ടീമിന് ഏത് പതക്കമാണ് ലഭിച്ചത്? ബെർലിൻ ഒളിമ്പിക്കിൽ ധ്യാൻചന്ദിൻ്റെ ടീമിന് ഏതാണ് ലഭിച്ചത്? സ്വർണ്ണ പതക്കമാണ് ലഭിച്ചത്. ബെർലിൻ ഒളിമ്പിക് में ധ്യാൻചന്ദ് की टीम को स्वर्ण पदक प्राप्त हुआ. ധ്യാൻചന്ദ് का जन्मदिन किस रूप में मनाया जाता है? ധ്യാൻചന്ദിൻ്റെ ജന്മദിനം ഏത് രൂപത്തിലാണ് ആഘോഷിക്കുന്നത്? ധ്യാൻചന്ദ് का जन्मदिन राष्ट्रीय खेल दिवस के रूप में मनाया जाता है. भारत का सर्वोच्च खेल रत्न पुरस्कार किसके नाम पर दिया जाता है? ഭാരതത്തിലെ സർവോच्च, അതായത് പരമോന്നതമായ ഖേൽ രത്ന പുരസ്കാരം ആരുടെ പേരിലാണ് കൊടുക്കപ്പെടുന്നത്? ഭാരത് का सर्वोच्च खेल रत्न पुरस्कार ध्यानचंद के नाम पर दिया जाता है. सन 1936 में बर्लिन ओलंपिक में मेजर ध्यानचंद को डैश बनाया गया. മേജർ ധ്യാൻചന്ദിനെ 1936 ബെർലിൻ ഒളിമ്പിക്കിൽ ഏത് സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? ക്യാപ്റ്റനാക്കി മാറ്റി. बर्लिन ओलंपिक में लोग मेजर ध्यानचंद के हॉकी खेलने के ढंग से प्रभावित होकर उन्हें क्या कहना शुरू कर दिया? ബെർലിൻ ഒളിമ്പിക്കിൽ മേജർ ധ്യാൻചന്ദ് കളിക്കുന്ന ആ രീതി കണ്ടിട്ട് ആളുകൾ അദ്ദേഹത്തെ എന്താണ് വിളിക്കാൻ തുടങ്ങിയത്? ഹോക്കി കാ ജാദൂഗർ, ഹോക്കിയുടെ മാന്ത്രികൻ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്.